ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഒരു റിയാക്ഷൻ വീഡിയോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെ എൻ്റെ പേഴ്സണലായിട്ടുള്ള വീഡിയോസ്, അതായത് വാട്ട് എയ്റ്റിൻ്റെ ഡേ ഇൻ മൈ ലൈഫ്, ചില പ്രൊഡക്റ്റുകളെ പരിചയപ്പെടുത്തുക, അങ്ങനെയുള്ള എൻ്റെ ലൈഫായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ വലിയൊരു ഫാനാണ്. ബിഗ് ബോസ് തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ലൈവ് കണ്ടിന്യൂസ് ആയി ഡെയിലി കാണുന്ന ഒരാളാണ്, എപ്പിസോഡ് ഡെയിലി കാണുന്ന ഒരാളാണ്. അപ്പം ബിഗ് ബോസ് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി. അപ്പം ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റൻറ്റിനെ പറ്റിയിട്ട് കുറ്റമൊന്നുമല്ല, പക്ഷേ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പം അതിൽ ഒരു കണ്ടസ്റ്റൻ്റായ രേണുസുധിനെ പറ്റി പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ രേണുസുധിന് ഒരുപാട് വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഡെയിലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസിന് പോകുന്നതിന് മുന്നേ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പോയൊരു വ്യക്തിയാണ്. അതായത് നന്ദികേട് കാണിക്കുന്ന ഒരുപാട് പ്രവൃത്തികൾ നമ്മൾ കണ്ടു. വീട് വച്ച് തന്ന ആൾക്കാരോട് അവരോട് വേണ്ടാത്ത രീതിയിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നതാക്കുന്നതൊക്കെ. പക്ഷെ ആ സമയത്തൊന്നും ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനിയാന്നത്തെ എപ്പിസോഡിൽ അക്ബർ രേണുസുധിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് അതൊരു ടാസ്ക് ആയിട്ടാണ് കണ്ടത്. കാരണം പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് കൂടിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണെന്നും ഓക്കെ. പക്ഷെ രേണു ചേച്ചിക്ക് അത് ഡിസർവ് ചെയ്യുന്നുണ്ടെന്ന കാരണം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അക്ബർ ചിലപ്പോൾ പുറത്തതും കൂടെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെയൊന്ന് വിളിച്ചത്. പക്ഷെ രേണുസുധിനെ വിമർശിക്കുന്ന എല്ലാവരും വലിയ രീതിക്കൊന്നും സപ്പോർട്ട് കൊടുക്കുന്നില്ല. പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതൊരു ടാസ്ക് ആണ്. പിന്നെ ലാലേട്ടൻ വന്നപ്പോൾ പിന്നെയും അത് ഓക്കെ ആണോ അല്ലല്ലോ, അതൊരു ടാസ്ക് ആണെങ്കിൽ അത് ഫണ്ണായിട്ട് എടുത്തോടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാനതൊരു ടാസ്ക് അല്ലേ. പക്ഷെ അത്രയും വലിയൊരു പേര് കൊടുത്തത് ടാസ്ക് വൈസ് ആയിട്ടും എടുക്കാം. ഇപ്പോൾ രേണു ചേച്ചി ലാലേട്ടൻ വന്ന സമയത്തും പറഞ്ഞു ആകെ നാണം കെട്ടുപോയി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതുപോലെ തന്നെയാണ് ഈ വീട് വെച്ചു കൊടുത്ത ആൾക്കാരുടെ കാര്യം കൂടി ഒന്ന് ആലോചിക്കുക. അവരും നാണം കെട്ടുപോയൊരവസ്ഥയിലോട്ട് എത്തിയിട്ടില്ലേ. അപ്പം അവരവർക്ക് എത്തുമ്പോൾ ഇത്രയും ആൾക്കാർ കാണുന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പം ഫിറോസ് എന്ന് പറയുന്ന വീട് വെച്ചു കൊടുക്കുന്ന ആൾക്കെതിരെ വീട് ചോരുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് കിട്ടുന്ന വർക്കിനെയും കൂടെ അത് ബാധിക്കുന്നു എന്നയാളെന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേണു ചേച്ചിക്ക് കിട്ടുന്ന സമയത്ത് എനിക്ക് നല്ല വിഷമമായി. ഇത്രയും ആൾക്കാർ കാണുന്നല്ലേ. അതുപോലെ ഒരുപാട് ആൾക്കാർ കാണുന്നതുമാണ് രേണു ചേച്ചി പല കാര്യങ്ങളും പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്വന്തം കിട്ടുമ്പോഴും മറ്റുള്ളവർക്ക് കിട്ടുമ്പോഴുള്ള ഇത് വിഷമം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. പുറത്തിറങ്ങി പറ്റുമോ, എൻ്റെ വീഡിയോ ഒന്നും കാണുന്നു തോന്നുന്നില്ല. പക്ഷെ ഒരുപാട് ആൾക്കാർ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് എടുത്ത് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഒരുപാട് ആൾക്കാർ റിയാക്ഷൻ വീഡിയോസ് ആ ഒരു ടാസ്ക് ബേസിലും രേണു ചേച്ചിനെ പറ്റിയും പല കാര്യങ്ങളിലും ബിഗ് ബോസിൽ വന്നതിന് ശേഷം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുവരെ ഒരു വീഡിയോ കാര്യങ്ങൾ ഇതുവരെ ചെയ്തില്ല. പക്ഷെ ആ ടാസ്ക് കണ്ടു ബിഗ് ബോസ് കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കാണില്ല. കാണുന്നവർ ഒന്ന് മനസ്സിലാക്കുക, രേണു ചേച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ പുറത്തുള്ള റീസൺ കൊണ്ട് അകത്തുള്ള ഒരാളെ നെഗറ്റീവ് അടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അതിനകത്ത് നല്ല രീതിക്ക് കളിക്കുന്നുണ്ടെങ്കിൽ, പുറത്ത് നെഗറ്റീവ് ആണെങ്കിൽ ഉള്ളിൽ നല്ല രീതിക്ക് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണം. പക്ഷെ പല പ്രവൃത്തി, അതായത് ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡിനകത്ത് ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്തിട്ടത് കൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അതിനകത്ത് എങ്ങനെ ഗെയിം കളിക്കുന്നു, അല്ലെങ്കിൽ എത്ര പേരെ PR വർക്ക് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്, അവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കും, അങ്ങനെയുള്ള ഒന്നുമല്ല. ഉള്ളിൽ എങ്ങനെയാണോ കളിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാവരും സപ്പോർട്ട്, അങ്ങനെ ആ ഒരു ബേസിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം എൻ്റെ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം റിയാക്ഷൻ വീഡിയോ പോലെ ചെയ്യുന്നേ ഉള്ളൂ. അതായത് അതൊരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ ആ ഒരു ടാസ്ക് ബേസിലും എടുക്കാം. പിന്നെ അത് വന്ന് സെന്റിമെന്റ്സ് അടിച്ചടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനകത്ത് പല കാര്യങ്ങളും വരുമ്പോൾ ടാസ്ക്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഹേർട്ടായിട്ടുള്ള കാര്യങ്ങൾ ക്യാമറയുടെ മുമ്പിൽ വരിക, കരയുക, പറയാം, അതുപോലെ എല്ലാവർക്കും ഉണ്ടെന്ന് ചിന്തിക്കണം. കാരണം എല്ലാവരും അതുപോലെ അത് ചിലപ്പോൾ പറഞ്ഞത് ചിലപ്പോൾ വിഷമം ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും. അത്രയും വിളിച്ചത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ടാവുമായിരിക്കും. സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ ഒരു പേര് വിളിച്ചത്. പക്ഷെ രേണു ചേച്ചി കാരണം പലർക്കും പല രീതിയിലും വിഷമങ്ങൾ പുറത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്നും കൂടെ ചിന്തിക്കുക. അത്ര എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പം എൻ്റെ ഒരു ചെറിയൊരു റിയാക്ഷൻ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.